കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ സ്ത്രീയും യുവാവും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ 45-കാരിയായ ഷെർലിയെ കഴുത്തറുത്ത് മരിച്ച നിലയിലും യുവാവിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടത്. യുവാവ് കോട്ടയം സ്വദേശിയാണെന്നാണ് പറയുന്നത്. ഇവരെ സംബന്ധിച്ച് ഇവിടെ അയൽപക്കത്തുള്ള ആർക്കും തന്നെ അന്വേഷിച്ചിട്ട് കൃത്യമായ വിവരങ്ങളൊന്നും ആർക്കും അറിയത്തില്ല. ഒരു 6 മാസത്തിലധികമായിട്ട് ഈ വീട് വെച്ച് ഇവിടെ വന്ന് താമസിക്കുന്ന സ്ത്രീയാണ്. അവരുടെ ഭർത്താവ് വിദേശത്താണെന്നും അതെല്ലാം മരിച്ചു പോയെന്നൊക്കെ പറയപ്പെടുന്നു. 2 മക്കളുണ്ട്, അവരും പുറത്ത് പഠിക്കുകയാണെന്നൊക്കെയാണ് മറ്റുള്ളവരിൽ നിന്ന് അറിയാൻ സാധിച്ചത്. അവരെ ഈ സ്ത്രീയുടെ തന്നെ ഒരു സുഹൃത്ത് കോട്ടയത്തേക്ക് വിളിച്ചതിന് പ്രകാരം അവർക്ക് അറിയിപ്പ് ലഭിച്ചു വന്നു എന്നാണ് ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. നമുക്ക് ഈ അപകടം നടന്ന കാഞ്ഞിരപ്പള്ളിയിലെ ഈ ആക്സിഡന്റ് സ്പോട്ടിൽ ഇപ്പോൾ നമ്മുടെ പ്രതിനിധി ടോബി ജോൺസൺ ഉണ്ട്. ടോബി, ഈ അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നാട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം നടന്നത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ പ്രതികരണം കേട്ടത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറിൻ്റെതായിരുന്നു. അദ്ദേഹം പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇന്നലെ രാത്രി ഏകദേശം 10:00 അദ്ദേഹത്തിന് ഈ വിവരം ലഭിക്കുന്നത്. അങ്ങനെ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് പോലീസുമായി അന്വേഷിച്ചപ്പോൾ ലഭിച്ച വിവരം, പോലീസിൻ്റെ കൺട്രോൾ റൂമിലേക്കാണ് ഒരു കോൾ വരുന്നത്. ഈ മരിച്ച ഷെർലിയുടെ സുഹൃത്താണെന്ന് പറഞ്ഞാണ് അങ്ങനെ ഒരു കോൾ വന്നത്. ആ കോൾ വന്നത് ഇങ്ങനെയായിരുന്നു: ഈ ഒരു സംഭവം, ഇവരെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഇവർ യാതൊരു റെസ്പോൺസും ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു വണ്ടി പോലീസ് ഇവിടെ എത്തി പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് പിൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നതായി കണ്ടത്. ആ വാതിലിലൂടെ അകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് ഈ മുറിക്കുള്ളിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ, ഈ ബെഡ്റൂമിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ ഈ ഷെർലിയെ കണ്ടെത്തുന്നത്. അവരുടെ കഴുത്തിൽ ഒരു മുറിവിൻ്റെ പാടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് തൊട്ട് സമീപത്തായിട്ടുള്ള സ്റ്റെയർ കേസിൻ്റെ അഴിയിൽ ഈ യുവാവ്, അതായത് ജോബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, തൂങ്ങി മരിച്ച നിലയിലും കാണപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവർ രണ്ടുപേരും കോട്ടയം സ്വദേശികളാണ്. അതായത് ചങ്ങനാശ്ശേരിയിലും അതുപോലെ തന്നെ ഈ യുവാവ് താമസിക്കുന്നത് ആലുമൂട് കോട്ടയം ഭാഗത്തുമാണ്, ഇല്ലിക്കൽ ഭാഗത്തുമാണ്. ഇവർ രണ്ടും കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, ഏകദേശം 7 മാസമായതേ ഉള്ളൂ ഈ ഒരു വീടിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് കയറി താമസം കഴിഞ്ഞിട്ട്. ആ സമയത്താണ് ഇവിടെ വന്നത് എന്നുള്ളൊരു വിവരമാണ് ഇവിടെ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കൊക്കെ കാര്യമായിട്ട് ഇവരെക്കുറിച്ച് വിവരങ്ങളൊന്നും അറിയില്ല. അങ്ങനെ ഇവിടെ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു, ഭാര്യ ഭർത്താക്കന്മാരല്ലായിരുന്നു എന്നുള്ള സൂചന കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നിച്ച് താമസിക്കുന്ന 2 പേരായിരുന്നു ഇവർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കാഞ്ഞിരപ്പള്ളി പോലീസ് കടന്നിരിക്കുന്നു. ഇതിനോടകം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പ്രാഥമികമായിട്ടുള്ള പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ഫോറൻസിക് വിഭാഗവും അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തും. അവരെത്തി പരിശോധനകളിലേക്ക്, അന്വേഷണത്തിലേക്ക് കടക്കും. എന്തായാലും എന്താണ് സംഭവം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണോ ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ആത്മഹത്യ ചെയ്താണോ എന്നൊരു പ്രാഥമിക സംശയം പോലും പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് ഈ പരിശോധനകൾക്ക്, വിശദമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ആ കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത നൽകാൻ സാധിക്കൂ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് ഇപ്പോൾ കടന്നിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.